നമസ്കാരം. പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് മുതിര വെച്ചിട്ടുള്ള ഒരു ചുണ്ടലാണ്. ഒരു 6 മണിക്കൂർ കുതിർത്തെടുത്ത മുതിരയാണിത്. ഇത് നന്നായി 3-4 പ്രാവശ്യം കഴുകി കഴിഞ്ഞു. ഇനി നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. മുതിരയ്ക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. വേകാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇത് അല്പം മുങ്ങിക്കിടക്കണ പോലെ വെള്ളം മതി കേട്ടോ. നന്നായി സ്റ്റീം വരുമ്പോൾ വെയിറ്റ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു 5-6 വിസിൽ വരുത്തിയെടുക്കണം. എന്നാലേ ഇത് നന്നായി വെന്ത് കിട്ടുകയുള്ളൂ. മുതിര നന്നായി വെന്ത് കഴിഞ്ഞു. മുതിരയിൽ പ്രോട്ടീൻ ധാരാളം അടങ്ങിയിരിക്കുന്നു. പേശികളുടെ ആരോഗ്യത്തിന് സഹായിക്കും. നാരുകൾ കൂടുതലാണ്, അതുകൊണ്ട് മലബന്ധം ഉണ്ടാവില്ല ഇത് കഴിക്കുകയാണെങ്കിൽ. അതുപോലെ ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. ഇരുമ്പ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഹീമോഗ്ലോബിൻ അളവ് നിലനിർത്താൻ സഹായിക്കും. ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെ കലവറയും കൂടിയാണ് നമ്മുടെ മുതിര. ഹോഴ്സ് ഗ്രാം പാനിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കാം. ഒരു 2 വറ്റൽ മുളകിൻ്റെ കഷ്ണം കൂടി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഫ്രൈ ആക്കാം. ഫ്രൈ ആയിക്കഴിഞ്ഞു. ഇതിലേക്ക് വേവിച്ച മുതിര ഇട്ട് കൊടുക്കാം. ഒരു കറിവേപ്പിലയും അല്പം ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ ചുണ്ടലിലേക്ക് അല്പം എരിവ് കിട്ടുന്നതിനായി ഒരു 2 സ്പൂൺ നാളികേരവും 1 വറ്റൽ മുളകും എടുത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സിയിലിട്ട് ഒന്ന് കറക്കി ഈ ചുണ്ടലിലേക്ക് ഇട്ട് കൊടുക്കാം. പൊടിച്ച മസാല, നാളികേരവും വറ്റൽമുളകും പൊടിച്ചത് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതൊരു ഹെൽത്തിയായ ചുണ്ടലാണ് കേട്ടോ. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ. ഇനി ഇതിലേക്ക് നമ്മൾക്ക് വേറൊരു ഐറ്റം കൂടി ചേർക്കാം. അല്പം പച്ച നാളികേരം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തയ്യാറാക്കി നോക്കുക, ചാനൽ കാണുക, സപ്പോർട്ട് ചെയ്യുക. കുട്ടികൾക്കൊക്കെ വൈകിട്ട് വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഇങ്ങനെയുള്ള ധാന്യങ്ങൾ വെച്ചിട്ടുള്ള ഓരോ ചുണ്ടൽ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ ആരോഗ്യത്തോടെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഇത് തയ്യാറാക്കും എന്നുള്ള വിശ്വാസത്തോടെ നമ്മളുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക്